നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പുതിയ ഒരു ലോകത്താണ്. അതിനെ നമുക്ക് ശാസ്ത്ര സാങ്കേതിക ലോകം എന്ന് വിളിക്കാം. അതിനെ വേണമെങ്കിൽ പോസ്റ്റ് ബിസിനസ് സൊസൈറ്റി എന്നും പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നും ഒക്കെ വിളിക്കുന്നവരുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഭയങ്കരമായ ട്രാൻസ്ഫോർമേഷനാണ്. വലിയ രീതിയിലുള്ള പരിവർത്തനങ്ങൾ നടക്കുന്നു ഈ ലോകത്ത് എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് IQ മാത്രം പോരാ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് EQ, വൈകാരികമായ ഒരു ബുദ്ധി നമുക്ക് ആവശ്യമാണ്. സോഷ്യൽ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് വളരെ പ്രധാനമാണ് ഇന്നത്തെ സമൂഹത്തിൽ. കാരണം നമ്മൾ ജീവിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ്. അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ജന്മനാ കിട്ടുന്ന ബുദ്ധി മാത്രം പോരാ, നമുക്ക് വൈകാരികമായൊരു ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു നല്ല പുസ്തകം ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് യൂസ് യുവർ ബ്രെയിൻ ടു ഹാൻഡിൽ യുവർ സെൽഫ് ബട്ട് യൂസ് യുവർ ഹാർട്ട് ടു ഹാൻഡിൽ അതേഴ്സ്. നിങ്ങളെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ, തല ഉപയോഗിക്കുക, ബുദ്ധി ഉപയോഗിക്കുക. എന്നാൽ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ഹൃദയം ഉപയോഗിക്കുക എന്നർത്ഥം. എന്താണ് ഈ വൈകാരിക ബുദ്ധി? നമുക്കറിയാം, പലർക്കും പല നല്ല ജോലികളും ലഭിക്കാറുണ്ട്. പക്ഷേ ഈ ജോലിയിൽ ചിലപ്പോൾ അവർ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജോലിയിൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വിജയകരമായി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വൈകാരികമായ ഒരു സന്തുലിതാവസ്ഥ, വൈകാരികമായ ഒരു ബുദ്ധി ആവശ്യമാണ് എന്നർത്ഥം. ചുരുക്കത്തിൽ യു ഷുഡ് ഗെറ്റ് അലോങ് വിത്ത് അതേഴ്സ് എന്നർത്ഥം. നമ്മളെ പഠിക്കാൻ വളരെ സമർത്ഥനായിരിക്കാം, ജോലിക്ക് വളരെ മിടുക്കനായിരിക്കാം, പക്ഷേ നമ്മൾ മറ്റുള്ളവരോടൊത്ത് ചിന്തിക്കുകയും മറ്റുള്ളവരോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ലോകത്ത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ധാരാളം ചെറുപ്പക്കാർ, ധാരാളം യുവജനങ്ങൾ, അവരെ ബാധിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് രോഗമാണ് ഡിപ്രഷൻ, ഡൈവോഴ്സ്, വയലൻസ്, സൂയിസൈഡ്സ്, ആത്മഹത്യകൾ ചെയ്യാൻ മടിയില്ല. എന്താ ഇങ്ങനെ? നമ്മുടെ സാമൂഹിക ജീവിതം കോംപ്ലക്സ് ആകുന്നു. അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കണം, ആസ്വദിക്കണം, ഞാനെപ്പോഴും മത്സരിക്കണം, ഞാനെപ്പോഴും ജയിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവരോട് ചിന്തിക്കണം, മറ്റുള്ളവരോട് എമ്പതി ഡെവലപ്പ് ചെയ്യണം, ഒരു കമ്പാഷൻ ഡെവലപ്പ് ചെയ്യണം, ഒരു ടീം വർക്ക് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സിസ്റ്റൻസാണ് ഏറ്റവും വലിയ പ്രശ്നം. എക്സിസ്റ്റൻസിൻ്റെ അർത്ഥം കോ എക്സിസ്റ്റൻസ് തന്നെയാണ് അർത്ഥം. എനിക്ക് നിങ്ങളെ നശിപ്പിച്ചിട്ട് വിജയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെയും നശിപ്പിച്ചിട്ട് വിജയിക്കാൻ കഴിയില്ല. നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ദി ഓൺലി വേ ടു എക്സിസ്റ്റ് ഈസ് ടു കോ എക്സിസ്റ്റ് എന്ന് പറയാറുണ്ട്. നമുക്ക് രണ്ടു പേർക്കും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു സ്ഥിതിയെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ക്വോഷ്യൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, മലയാളത്തിൽ നമ്മൾ പണ്ട് മുതലേ പാട്ട് കേട്ടിട്ടുണ്ട്, നമ്മൾ ചിരിക്കുമ്പോൾ 1000 പേര് നമ്മുടെ കൂടെ ചിരിക്കാനുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ കരയുമ്പോൾ നമ്മുടെ നിഴൽ മാത്രമേ നമ്മുടെ കൂടെ കാണൂ. ലാഫ് ആൻഡ് ദ ഹോൾ വേൾഡ് ഈസ് വിത്ത് യു, ബട്ട് വെൻ യു വീപ്പ് യു ആർ അലോൺ എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ പറ്റി ചിന്തയുണ്ടാവണം, ഒരു ഗ്രൂപ്പ് കൾച്ചർ, ഒരു ടീം വർക്ക്, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതം വീണ്ടും ഒരു ഇതിഹാസമാക്കാം, നമ്മുടെ ജീവിതം ഒരു ഇതിഹാസമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ അടിവരയിട്ടിവിടെ പറയാൻ പോവുകയാണ്. 1, IQ, ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ്. അത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, ബുദ്ധി, സാമാന്യ ബുദ്ധി.
രണ്ടാമതായിട്ട് EQ, ഇമോഷണലായിട്ടുള്ളൊരു ഇൻ്റലിജൻസ്. EQ, ഇമോഷണൽ കോഷ്യൻ്റ് ഉണ്ടാവണം, വൈകാരികമായ ഒരു ബാലൻസ്. മൂന്നാമതായിട്ട് PQ എന്ന് പറയാം, ഫിസിക്കൽ കോഷ്യൻ്റ്. നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നമുക്ക് ചിന്തയുണ്ടാവണം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവസാനമായി നമുക്കൊരു സ്പിരിച്വൽ കോഷ്യൻ്റ്, ഒരാത്മനിർവൃത്തി നമുക്കുണ്ടാവണം, ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് നമുക്കുണ്ടാവണം. അപ്പോൾ IQ വേണം, EQ വേണം, PQ വേണം, SQ വേണം. ഈ 4 കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഒരു ഇതിഹാസമായി മാറ്റുവാനായിട്ട് സാധിക്കും. ഇതിലേറ്റവും പ്രധാനം ഇന്നത്തെ ലോകത്ത് നമുക്ക് ഇമോഷണൽ ബാലൻസാണ്, ഒരു ഇമോഷണൽ മാനേജ്മെൻറ്റാണ് എന്നാണ് ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഇന്നത്തെ ഈ കോംപ്ലക്സ് ലോകത്തെ വിജയിക്കണമെങ്കിൽ നമുക്ക് വൈകാരികമായ ബുദ്ധിയെയും വികാരത്തെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാം.